ഹലോ ഓൾ, ഐ.കെ. ട്യൂട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHP അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ .NET എന്നീ പൊസിഷനിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHP വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോൺട്രാക്റ്റൽ ബേസിലാണ് അപ്പോയിൻമെന്റ് വരുന്നത്. 2 ഇയർ കോൺട്രാക്ട്സിലാണ് നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നത്. ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. അതുപോലെ തന്നെ സാലറി വരുന്നത് 35,300 സാലറി വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക്, അതിൽ തന്നെ CS, CE, IT, ECയിലെ ഏതെങ്കിലും ബിടെക് ബിരുദമാണ്. അല്ലാന്നുണ്ടെങ്കിൽ DE ആണ്. CS, CE, IT, ECയിൽ B ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ MCA, MSc, MTech, CSCE, IT അല്ലെങ്കിൽ MS ഇൻ സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, അതുപോലെ തന്നെ മറ്റേത് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവർ പറയുന്നത് മിനിമം 2 ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടോ IT സിസ്റ്റം പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റിലോ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പോലുള്ളവയിൽ മിനിമം 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷനിൽ. അതുപോലെ തന്നെ മറ്റ് എക്സ്പീരിയൻസുകൾ വേണ്ടത് VS Code, NetBeans പോലുള്ള ഡെവലപ്മെന്റ് ടൂൾസുകളിലെ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ലാറാവൽ, കോഡിഗ്നേറ്റർ പോലുള്ള ഫ്രെയിംവർക്സിനുള്ള എക്സ്പീരിയൻസ് വേണം, പ്രൊഫഷൻസി വേണം. അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് ആയിട്ടുള്ള HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കിൽ jQueryയിലുള്ള എക്സ്പീരിയൻസ് വേണം. അങ്ങനെ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സർവീസസിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എക്സ്പീരിയൻസിൽ പറയുന്നത്. ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമൊക്കെ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സൈറ്റ് ഉണ്ട്, iimk.ac.in എന്ന് പറയുന്ന സൈറ്റിൽ 17/4/2025 5 മണിക്ക് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം അവരെന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ, അഥവാ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെയും ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്സ്, സർട്ടിഫിക്കറ്റ്സ്, സിഗ്നേച്ചറൊക്കെ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 ഇയേഴ്സ് കോൺട്രാക്റ്റിലാണ് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ടാവുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളവരെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ PHPയിൽ വരുന്നത്. അതുപോലെ തന്നെ IIM കോഴിക്കോട് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ .NETലും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഏജ് ലിമിറ്റും സാലറിയും തന്നെയാണ് അതിനും വരുന്നത്. അവിടെ എക്സ്പീരിയൻസിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. .NET ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ കോഡ് ഡെവലപ്മെന്റ് ഫോർ വെബ് ഓർ മൊബൈൽ ആപ്പിലുള്ള എക്സ്പീരിയൻസ് വേണം. ഈ .NET, MS, SQL ഉള്ള പ്രൊഫഷൻസി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് വേണ്ടതെന്നുള്ളത്. ഇതുപോലെ തന്നെ സെയിം പീരീഡ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് വരുന്നത്. 2 ഇയേഴ്സ് ഓഫ് കോൺട്രാക്റ്റിലാണ് അപ്പോയിൻമെന്റ് വരുന്നുണ്ടാവുക. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 28-ാം തീയതിയാണ്. 28/4/2025 വരെ നിങ്ങൾക്കതിന് അപ്ലൈ ആവുന്നതാണ്. 5 മണിക്ക് ഉള്ളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള iimk.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണ്, ബട്ട് നിങ്ങൾക്ക് അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. IIM പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ 2 ഇയർ കോൺട്രാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല സാലറിയിൽ നിങ്ങൾക്ക് 2 ഇയർ കോൺട്രാക്ട്സിൽ വർക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളത് ട്രൈ ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ, ഐ.കെ. ട്യൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.